സംസ്ഥാന സർക്കാരിന്റെ സിൽവർ ലൈനിന് ബദലായി അതിവേഗ റെയിൽപാതയുമായി മെട്രോമാൻ ഇ ശ്രീധരൻ 1 ലക്ഷം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ് നടപ്പാക്കുക. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. Celebrating 50 years. സംസ്ഥാന സർക്കാരിന്റെ സിവിൽ ലൈനിന് ബദലായി അതിവേഗ റെയിൽപാതയുമായി മെട്രോമാൻ ഇ ശ്രീധരൻ 1 ലക്ഷം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ് നടപ്പാക്കുക. കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ പദ്ധതി റെയിൽവേ മന്ത്രാലയത്തിന് സമർപ്പിക്കും. പദ്ധതി നടപ്പാക്കാൻ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് 9 മാസം കൊണ്ട് വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുമെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ പറഞ്ഞു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് DMRCയുടെ ഓഫീസ് പൊന്നാനിയിൽ തുറന്നു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 430 കിലോമീറ്റർ ദൂരത്തിലാണ് അതിവേഗ റെയിൽപാത. ശരാശരി വേഗത മണിക്കൂറിൽ 135 കിലോമീറ്ററാണ്. 200 കിലോമീറ്റർ വേഗതയിൽ വരെ യാത്ര ചെയ്യാനാകും. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് 3.25 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാനാകും. 8 കോച്ചുകളുള്ള പ്രത്യേക ട്രെയിനുകളാണ് ഉപയോഗിക്കുക. ഓരോ 5 മിനിറ്റിലും ട്രെയിൻ ഓടിക്കാനാകും. 1 കിലോമീറ്റർ അതിവേഗ റെയിൽ നിർമ്മിക്കാൻ 200 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിക്കായി കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരില്ല. 70% തൂണുകൾ സ്ഥാപിച്ച് എലിവേറ്റഡ് റെയിൽപാതയാണ് സ്ഥാപിക്കുക. 30% റെയിൽപാത ടണൽ വഴിയായിരിക്കും കടന്നു പോവുക. തൂണുകൾ സ്ഥാപിക്കാനുള്ള 20 മീറ്റർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വരിക. ആകർഷകമായ വില നൽകി ഏറ്റെടുക്കുന്ന ഭൂമിയിലെ ശേഷിക്കുന്ന ഭാഗം ഉടമകൾക്ക് പാട്ടത്തിന് കൃഷി ആവശ്യത്തിന് നൽകും. കൊങ്കൺ റെയിൽപാത മാതൃകയിലുള്ള ഫണ്ട് സമാഹരണമാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രീതിയിൽ കമ്പനി രൂപീകരിക്കും. 51% ഷെയർ റെയിൽവേക്കും 49% സംസ്ഥാന സർക്കാരിനുമായിരിക്കും. മൊത്തം തുകയുടെ 60% കേന്ദ്ര സംസ്ഥാന വിഹിതമായും ബാക്കി തുക വായ്പയിലൂടെയും കണ്ടെത്തും. സാധാരണക്കാരായ യാത്രക്കാർക്ക് താങ്ങാവുന്ന ടിക്കറ്റ് നിരക്കായിരിക്കും ചുമത്തുക. നിലവിലെ ടിക്കറ്റ് നിരക്കിന്റെ 1.5 ഇരട്ടി കൂടുതലായിരിക്കും. 560 പേർക്ക് യാത്ര ചെയ്യാവുന്ന തരത്തിലായിരിക്കും കാർ ട്രെയിൻ. പരമ്പരാഗത ട്രെയിനുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും ഇത്. 22 സ്റ്റേഷനുകളാകും ഉണ്ടാവുക. തിരുവനന്തപുരം, കൊച്ചി, കരിപ്പൂർ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും റെയിൽപാത കടന്നു പോവുക. സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത സിൽവർ ലൈനുമായി വലിയ വ്യത്യാസമാണ് അതിവേഗ പാതയ്ക്കുള്ളതെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. സിൽവർ ലൈനിന് കോമ്പൗണ്ട് വാളുകളാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ അതിവേഗ പാതയ്ക്ക് എലിവേറ്റഡ് ലൈനുകളാണ് അദ്ദേഹം പറഞ്ഞു. പദ്ധതിക്കായി പ്രകൃതി ആഘാത പഠനം നടത്തും. 5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാകും. DMRCയെ ഏൽപ്പിച്ചാൽ 4 വർഷം കൊണ്ട് പൂർത്തീകരിക്കും. 430 കിലോമീറ്ററും ഒരേ സമയം നിർമ്മാണം സാധ്യമാക്കുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുമെന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. ഇന്ന് മാത്രമല്ല, ഞങ്ങളുടെ 70% എലിവേറ്ററാണ്. പിന്നെ 20% ഇപ്പോൾ ടണലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ആ സ്റ്റേഷൻസ് ബിൽഡ് ചെയ്യുമ്പോൾ മാത്രമേ അതിനെ മൂടിയാൽ പാടില്ല. എലിവേറ്റർ ആകുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാർ 25 മീറ്റർ വീട്ടിലെ ലാൻഡ് ആ ലാൻഡ് ഏറ്റെടുത്തിട്ട് അത് അക്വയർ ചെയ്തിട്ട് അത് ഏറ്റെടുത്തിട്ട് കൺസ്ട്രക്ഷൻ എലിവേറ്ററുകളൊക്കെ പില്ലറായി കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ ഈ പില്ലറിന് വേണ്ടി ലാൻഡ് ആവശ്യം സർപ്ലസ് ലാൻഡ് ആരെങ്കിലും ലാൻഡ് വെച്ച് ആൾക്കാർ പണി നോക്കാം. ജീവൻ ബാക്ക് ഒന്നതിന് പണിയില്ലേ സ്പീഡ് കുറച്ച് 200 സ്പീഡ് സ്റ്റേഷൻസും ഗ്യാസ് സ്റ്റേഷൻസ് അവർ 22-23 കിലോമീറ്റർ സ്റ്റേഷൻ ഉണ്ട്. ഭാവിയിൽ സ്പീഡ് കൂട്ടാൻ പറ്റുമോ? ഭാവിയിൽ സ്പീഡ് കൂട്ടാൻ പറ്റുമോ? കൂട്ടാണ്ട് കയറി പോയി. ഇതിപ്പോൾ കണ്ണൂരിലുള്ള ആൾക്കാർക്കോ തിരുവനന്തപുരത്തെ ആൾക്കാർക്കോ നടുക്കുള്ള ആൾക്കാർക്ക് തവണയില്ലേ. തിരുവനന്തപുരം എയർപോർട്ട്, കൊച്ചി എയർപോർട്ട്, കോഴിക്കോട് എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട് കൂടെ ഈ കണ്ണൂർ എയർപോർട്ടിൽ പ്ലാൻ ചെയ്തിട്ടില്ല. കണ്ണൂർ ടൗൺ വഴി എയർപോർട്ട് കുറച്ച്